പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. എന്നുള്ളിൽ നിറയുന്ന ദൈവിക ശക്തി ലൗകിക ശക്തിയെ തകർത്തിടുന്നു. പാപനീതി ന്യായ ബോധ്യങ്ങൾ ഹൃത്തിൽ നിറച്ചെന്നെ അഭിഷേചിക്കൂ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു അനുഭവം ശ്രദ്ധിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷകളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് എൽസി. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അരിമ്പൂര് പള്ളിയിൽ ഇടവകന്ന് വരുന്നത്. അരിമ്പൂര് നിന്നാണ് വരണത്. അമ്മ പറ. എൻ്റെ ഭർത്താവിൻ്റെ കാലിൽ 2 കാലിലും കൂടി 7 ആണി ഉണ്ടായിരുന്നു. 2 കാലുകളിലും 7 ആണി വീതം അല്ലേ? കുറവില്ല കൂടുതൽ? രണ്ടിലും ഒരുപോലെ അല്ല, ഒരു കാലിൽ 4, ഒരു കാലിൽ 3. ഒരു കാലിൽ 3 ആണിയും മറ്റേ കാലിൽ 4 ആണി. രണ്ടും കൂടെ കൂടി 7. ഒരു കാലിൽ 4 ആണിയും ഒരു കാലിൽ 3 ആണിയും, മൊത്തം 7 ആണി. ജൂലൈ ഞാൻ 4 വർഷമായി ഈ അഭിഷേകാണി ഇവിടെ വന്നു തുടങ്ങിയിട്ട്. ജൂലൈ മാസത്തിൽ വന്നപ്പോൾ ഇവിടെ സ്തുതിപ്പിൻ്റെ നേരത്ത് 2 കാലിൽ ആണി രോഗമുള്ള 2 ആൾക്ക് സുഖപ്പെട്ടു എന്ന് പറഞ്ഞു. ആണി രോഗമുള്ള കാലുകളെ ഈശോ സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. അതിലൊന്ന് എൻ്റെ ഭർത്താവിനാണെന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച്. അപ്പൊ ഈ അമ്മച്ചി എന്ത് ചെയ്തു? ഈ അമ്മച്ചി പറഞ്ഞു അതിലൊന്ന് എൻ്റെ ഭർത്താവിൻ്റെ കാലുകളായിരിക്കും എന്ന് പറഞ്ഞ് വിശ്വാസത്തോടെ ഒരെണ്ണം എടുത്ത്. ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു, കാലിൽ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പിന്നെ അതൊക്കെ മാറും എന്ന് പറഞ്ഞു. അപ്പൊ ഈ അമ്മ ഭയങ്കര വിശ്വാസിങ്ങനെ തുള്ളി തുള്ളി ചെല്ലുകയാണ്. അപ്പോൾ ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട്? കാലൊക്കെ നോക്കാൻ പറഞ്ഞു. ഉടനെ ചേട്ടൻ പിന്നെ നിന്റെ ഒരു പ്രാർത്ഥന, ഒരു പ്രാർത്ഥനക്കാരി മാറുകയല്ലേ ഇപ്പൊ കാല് എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അപ്പൊ എല്ലാ ഞായറാഴ്ചയും ആൾ അഭിഷേകാഗ്നി കാണും. റൂമിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കാണുള്ളൂ. അപ്പൊ ഞാൻ എന്നും പറയും ഇവിടെ വന്നിരുന്ന ആ കാല് ടിവിയുടെ മുമ്പിലേക്ക് ഇരുന്ന് പ്രാർത്ഥിക്കുന്നു പറയും. അപ്പൊ പറയും പിന്നെ അതൊക്കെ ഇപ്പൊ അട്ടപ്പാടി പോയി ഇതൊക്കെ മാറാനല്ലേ പോണേ എന്ന് പറയും. അപ്പൊ പിന്നെ ഡോക്ടറെ കാണേണ്ട ആവശ്യമൊന്നും ഇല്ലാലോ എന്ന് പറയും. ഡോക്ടറെ കാണേണ്ട ആവശ്യമില്ല. പിന്നെ അട്ടപ്പാടി പിന്നെ ധ്യാനം പിന്നെ മെഡിക്കൽ കോളേജൊക്കെ എന്തിനാ പറ. അപ്പൊ ആ ഞായറാഴ്ച ഞാൻ അഭിഷേകാണി കണ്ടോണ്ടിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ കാല് ഒന്ന് ഇവിടെ വന്ന് കാല് നീട്ടി വെച്ചിരിക്കുന്നു പറഞ്ഞപ്പോ ഇല്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാധനയുടെ സമയമായപ്പോൾ ആളെൻ്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ഇവിടെ ടിവിയുടെ മുമ്പിൽ വന്നിരുന്ന് കഴിഞ്ഞാൽ അയ്യോ എൻ്റെ മാറുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് കസേരയിൽ ഇരുത്തി ഒരു കൊച്ചു കുട്ടീനെ ഇരുത്തണ മാതിരി വാ 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 പറഞ്ഞ് ഇരുത്തി കാലിങ്ങനെ കസേര എടുത്ത് ഇങ്ങനെ പിടിച്ച് ടിവിയുടെ ആരാധന സമയത്ത് ഞാൻ കാലിൽ തൊട്ട് പ്രാർത്ഥിച്ചു. ടിവിയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. നല്ല നേഴ്സിനെ പോലെ ഈ അമ്മ എന്നൊരു കാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് മാറട്ടെ മാറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 17 വയസ്സുള്ളപ്പോ തുടങ്ങിയതാണ്. ഇപ്പൊ 67 വയസ്സായ ആൾക്ക്, 50 വർഷമായ ആൾക്ക് 17 വയസ്സ് വെച്ച് തുടങ്ങിയ ആണിരോഗാണോ? ഇപ്പൊ 67 വയസ്സായി. 50 വർഷം ഉണ്ടായിരുന്ന ആണിരോഗാന്ന് മനസ്സിലാകണം. ചേട്ടൻ വെറുതെ അല്ല പറഞ്ഞതൊന്നും പോയല്ലെന്ന്, അത്രയും പാരമ്പര്യമുണ്ട് ഇതിന്. 50 വർഷം ഇരുന്ന ആണികളാണ്.
എന്നിട്ട് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഈ ആൾക്ക് ഇതോട് കൂടിയിട്ട് ഒരു വിശ്വാസം കൂടി വരണമെന്ന്. ദൈവമേ, ആണി പോകുന്നല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം എൻ്റെ ഭർത്താവിന് വിശ്വാസം ഉണ്ടാണെന്നുള്ളതാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ചേച്ചി ചങ്ക് നുറുങ്ങി ഈശോയോട് പറഞ്ഞതാണ് തുടർന്നത്. എന്നോട് എന്നും പറയും, നിന്റെ കാലിൽ എന്നും വേദനയുള്ള, ഇതുവരെ മാറിയിട്ടില്ലല്ലോ എന്ന് പറയും. അതന്നെ ഓ നീ പറയണ്ട. ഓ മുട്ടായുക്തി പറ, മുഷ്ടി പറ. അപ്പൊ ജൂൺ മാസത്തിൽ ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ 3 മാസം നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ഈ 3 മാസത്തിനുള്ളിൽ എനിക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പൊ 50 വർഷത്തെ ആളുടെ കാല് സുഖപ്പെട്ടു. ഇപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എല്ലാവരോടും ആളുടെ കാല് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈശോ എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ സുഖപ്പെടുത്തിയത്. യേശു എന്നെ സുഖപ്പെടുത്തിയെന്ന് ഇപ്പൊ ആണി മറിഞ്ഞേക്കാളും ആ വിശ്വാസം വന്നതാണ് അത്ഭുതം. അതായത് ഈ അമ്മ എന്ത് ചെയ്തു? ഈ അമ്മ അതായത് അഭിഷേകത്തിന് നടക്കുന്ന സമയത്ത് വാ 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 എന്ന് പറഞ്ഞ്, അപ്പോൾ ആദ്യം പറഞ്ഞപ്പോഴൊക്കെ മറക്കോട്ട് പറഞ്ഞു, നിൻ്റെ ഒരു ആണി, നിൻ്റെ ഒരു കാല്, നിൻ്റെ യേശു ഒരു അട്ടപ്പാടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞ്. പക്ഷേ എന്നാലും സമയം അപ്പോൾ പറഞ്ഞു, കാല് വെച്ചാൽ മാറുമെന്ന് ചോദിച്ചു. അപ്പോൾ നോക്കി പരിശുദ്ധാത്മ പ്രവർത്തിച്ച് കണ്ടാവും. അപ്പൊ നിങ്ങൾ ആദ്യം അതുവരെ കട്ടിൽ പിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് എന്നോട് ചോദിക്കുന്നത്, ഞാനിവിടെ വന്നിരുന്ന എന്റെ മാറുമെന്ന് വെച്ചു. അപ്പൊ ഞാൻ വായു ഇങ്ങോട്ട് വാന്ന് പറഞ്ഞപ്പോ അതുവരെ അവിടെ കട്ടിലുമ്മിലിരിക്കുള്ള ആള് കാണും, ആള് ഇപ്പൊ ആള് അഭിഷേകാണി കാണുമ്പോ കൈ കൂപ്പി പിടിക്കും, കൈ പൊക്കി പിടിക്കും. മറ്റേ ഞാൻ പൊക്കി പിടിക്കാൻ പറയുമ്പോ പിന്നെ നീ പൊക്കി പിടിച്ചാൽ ഞാനൊന്നും പിടിക്കില്ല എന്ന് പറയും. ഇങ്ങനെ വേണ്ട ആളാ കൂടെ ഒക്കെ പറയുന്ന ആളാണ്. എനിക്ക് ആളെ ഒരുവിധം ഇഷ്ടമായി കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇപ്പൊ അടുത്തുള്ളവരോട് എല്ലാവരോട് കാല് കാണിച്ചു കൊടുത്തിട്ട് പറയും, ഈശോ എന്റെ വീട്ടിൽ വന്ന എന്നെ സുഖപ്പെടുത്തിയെന്ന് പറയും. ഇപ്പൊ നിലത്തെ ആൾക്ക് കാല് കുത്താൻ പറ്റിയിരുന്നില്ല. ഇപ്പൊ 50 വർഷമായത് ഉണ്ട വിവരമാണ് നിങ്ങൾ മനസ്സിലാക്കണം. 50 വർഷം, 17ാമത്തെ വയസ്സ് തുടങ്ങിയപ്പോൾ 67 വയസ്സായി ഇങ്ങനെ. പക്ഷെ ആ സമയത്തൊരു തോന്നല്, അപ്പോൾ ചോദിക്കുക, ഡിയേ ഞാൻ വന്നാൽ എൻ്റെ കാല് സുഖമാകുമോ? അപ്പോഴത്തേനും ചേച്ചിക്ക് കിട്ടിയ സുവർണാവസരം. ചേച്ചി പറഞ്ഞു, വായോ വായോ, അത് ശരിയാവും ശരിയാവും, വായോ വായോ എന്ന് പറഞ്ഞ് വിളിച്ച്, എന്നിട്ട് കസേര കിട്ടി ഇരുത്തിയിട്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ അങ്ങനെ അവിടെ ഇരുത്തിയിട്ട് കാലിങ്ങനെ പിടിക്കും, ഇങ്ങനെ പിടിക്കും, ഇങ്ങനെ നെട്ടി പിടിക്കുന്ന പിടിച്ച് ഇങ്ങനെ ജീവിയുടെ നേരെ കാല് നെട്ടിപ്പിടിച്ച്, എന്നിട്ട് എന്ത് ചെയ്തു? ആരാധന തൊട്ടിട്ട് യേശുവേ വാവു സുഖപ്പെടുത്തണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം നോക്കുമ്പോൾ ആണി അതൊക്കെ മാഞ്ഞു തുടങ്ങിയപ്പോ വീട്ടിൽ വരെ ചെരുപ്പിട്ടിട്ട് നടന്നിരുന്നു. ഇപ്പൊ പുറത്തേക്ക് ആയാലും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, കാലുമ്പോ വരെ എൻ്റെ കാല് കൊള്ളുമ്പോ എനിക്ക് വേദനയില്ല ഇപ്പൊ എന്ന് പറയും. നിലത്ത് നടന്നാലും കൂടി എനിക്ക് കാല് ചെരുപ്പില്ലെങ്കിലും ഇപ്പൊ സുഖമായിട്ട് നടക്കാൻ പറ്റുന്നുണ്ടെന്ന്. പുറത്തൊക്കെ ചെരുപ്പില്ലാതെ നടന്നാലും ഒരു കുഴപ്പമില്ല. അപ്പൊ മോൻ വിളിച്ചപ്പോ പറയണേ, മമ്മി അട്ടപ്പാടിക്ക് പോണോണ്ട് പപ്പയ്ക്ക് നല്ല ഗുണമുണ്ടെന്ന്. പപ്പ മോനോട് വിളിച്ചു പറയാണ്, ഡാ മോനെ, നിന്റെ മമ്മി അട്ടപ്പാടി പോണോണ്ട് എനിക്ക് നല്ല ഗുണമുണ്ടെന്ന് പറഞ്ഞ്. അപ്പം മനസ്സിലായോ? ഈ അമ്മമാരെല്ലാം കൂടെ കരഞ്ഞു തരി നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഒരുപാട് ഗുണമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. ഗ്ലോറി ഗ്ലോറി. ഓ യേശുവേ നിന്റെ പുണ്യനാമമിന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമിന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഓ യേശുവേ നിന്റെ പുണ്യനാമമിന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമിന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ ഇന്ന് നമ്മുടെ കർത്താവ് ഭവനങ്ങളിലേക്ക് വ്യാപരിക്കാൻ തിരുവള്ളമായ ദിവസമാണ്. നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. ചിൽഡ്രൻ പ്ലീസ് സ്റ്റാൻഡ് അപ്പ്. നമുക്ക് ഒരുമിച്ച് 2 കരങ്ങൾ ഉയർത്തി ഒരു താമസജല ധ്യാനത്തിൽ കൂടുമ്പോൾ എന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ ഈ സമയം ജീവിക്കുന്ന കർത്താവിനെ നമുക്ക് ആരാധിക്കാം. 2 കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെനിക്ക് എതിരൊരുക്കും കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും.
കർത്താവിന്റെ പക്ഷത്തെങ്കിൽ യേശുവേ ആരെനിക്ക് എതിരു നിൽക്കും? ഉണർവോടെ കൈയടിച്ച് കർത്താവിന്റെ കരം പിടിച്ച് ഞാനെന്നും വഴി നടക്കും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളും എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. എല്ലാ ദൈവമക്കളും വിശ്വാസത്തോടെ ഈ സമയം കർത്താവിനെ ആരാധിക്കുന്നു. നന്നായിട്ട് കൈയടിച്ച് ദൂരെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടായ്മയിലേക്ക് വന്ന് ഏക മനസ്സോടെ ഹൃദയം തുറന്ന് ആഹ്ലാദിച്ച് ആരാധിക്കുന്നു. സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവിൻ കണ്ണീർ തുടയ്ക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. സഹനത്തിൻ നടുവിൽ തള്ളപ്പെട്ടെന്നാലും യേശുവിൻ കണ്ണീർ തുടയ്ക്കും. തടവറയിൽ ഞാൻ ഞെരുക്കപ്പെട്ടാലും യേശുവിനെ ഞാൻ സ്തുതിക്കും. യേശുവിൻ വചനത്തിനായി എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. യേശുവിൻ വചനത്തിനായി എന്റെ ജീവിതം പൂർണ്ണമായി നൽകും. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്ന എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. സൈന്യനിര പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും. വൈരികളൊന്ന എന്നെ എതിർത്താലും യേശുവിനായി ഞാൻ പൊരുതും. യേശുവിനായി ഞാൻ പൊരുതും. കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ക്ഷീണങ്ങൾ മാറട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, അഭിഷേക ശക്തി വ്യാപരിക്കട്ടെ. രോഗികൾ ഇപ്പോൾ യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്പർശിക്കണമേ, പീഡകളാക്കി വായിക്കണമേ. ഭവനങ്ങളിലെല്ലാം വിടുതൽ കൊണ്ട് നിറയട്ടെ, സന്തോഷം കൊണ്ട് നിറയട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന, യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വര പരിശുദ്ധ ദൈവമാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്ലീസ് ബി സീറ്റഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വീണ്ടും ഒരിക്കൽ കൂടെ ഈ വലിയ കൂട്ടായ്മയിൽ ദൈവത്തിൻ്റെ ജീവനും ആത്മാവുമായ ദൈവവചനങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ കർത്താവ് നമ്മെ തൻ്റെ ആത്മാവിനാൽ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മിഖാ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ 6-ാം അധ്യായം 8-ാമത്തെ തിരുലിഖിതം, ബുക്ക് ഓഫ് മിഖാ ചാപ്റ്റർ 6 വേഴ്സ് 8. നല്ലതെന്തെന്ന് അവിടുന്ന് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നീതി പ്രവർത്തിക്കുക, കരുണ കാണിക്കുക, നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിനീതനായി ചരിക്കുക. ഇതല്ലാതെ മറ്റെന്താണ് കർത്താവ്
നിന്നിൽ നിന്ന് ആവശ്യപ്പെടുന്നത് നല്ലതെന്തെന്ന് നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താ ഇതിൻ്റെ അർത്ഥം? നമ്മളെക്കുറിച്ച് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്ന, കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എഫേസ്യസ് ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 17-ാം വാക്യം, എഫേസ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 17, അവിടെ ദൈവവചനം പഠിപ്പിക്കുകയാണ്, ഭോഷന്മാരാകാതെ കർത്താവിൻ്റെ അഭീഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ, വിവേചിക്കുവിൻ, ഗ്രഹിക്കുവിൻ. ഇത് നമ്മുടെ ഡ്യൂട്ടിയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ നല്ലത് എന്തെന്ന്, കർത്താവിൻ്റെ അഭീഷ്ടം എന്തെന്ന് അവിടുന്ന് നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. എന്നിട്ട് ദൈവവചനം പഠിപ്പിക്കുകയാണ്, കരുണ കാണിക്കുക, നീതി പ്രവർത്തിക്കുക, ഇങ്ങനെ പലതും പറഞ്ഞിട്ട് കർത്താവ് പറയുകയാണ്, അവിടുത്തെ സന്നിധിയിൽ താഴ്മയുള്ളവനായി വിനീതനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇതല്ലാതെ മറ്റെന്താണ് അവിടുന്ന് നിന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രത്യേക ദുർപീഡയാണ് റിബല്യൻ അഗൻസ്റ്റ് ഗാഡ്. ഹി ഈസ് ഇൻ റിബല്യൻ അഗൻസ്റ്റ് ഗാഡ്. ദൈവത്തോട് യുദ്ധത്തിന് ചെല്ലുക, ദൈവത്തോട് മത്സരിക്കുക, ദൈവത്തോട് കോപിക്കുക, ദൈവത്തെ ദുഷിക്കുക. ഒന്ന് ചെതി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ പ്രകൃതത്തിൽ മനുഷ്യൻ അറിയാതെ സാത്താൻ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന, സാത്താൻ ലയിപ്പിച്ച് ചേർക്കുന്ന ഒരു പ്രകൃതമാണ് ദൈവത്തോട് കോപിക്കുന്ന പ്രകൃതം. ചെറുതും വലുതുമായ കാര്യങ്ങൾക്ക് ഇന്ന് മനുഷ്യൻ ദൈവത്തോട് കോപിക്കുന്നു, മനുഷ്യൻ ദൈവത്തോട് പിണങ്ങുന്നു, മനുഷ്യൻ ദൈവത്തിന് മുമ്പിൽ താഴ്മയുള്ളവനായി വിനീതനായി ചരിക്കുന്നതിന് പകരം ദൈവത്തോട് മത്സരത്തിൽ, ഇനി ഞാൻ പ്രാർത്ഥിക്കുന്നില്ല, ദൈവം എന്നെ കേൾക്കുന്നില്ല, ദൈവം അവരെ അനുഗ്രഹിക്കുന്നു, എന്നെ അനുഗ്രഹിക്കുന്നില്ല, വേണ്ട ഞാൻ ഇനി പള്ളിയിൽ പോകുന്നില്ല, ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ചുരുക്കം ചിലരെങ്കിലും ലോകത്തിലുണ്ട്. ഒന്ന് ചെതി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ആബേൽ കായന്മാരുടെ കാലം തൊട്ടുള്ള ഒരു സംഭവമാണത്. അതിനു മുമ്പ് സ്വർഗത്തിൽ ലൂസിഫർ ദൈവത്തോട് മത്സരത്തിലായി, അധപ്പതിച്ച മാലാഖയായി, സ്പിരിറ്റ് ഏഞ്ചൽ ഇൻ റിബല്യൻ അഗൻസ്റ്റ് ഗാഡ്. അവൻ ദുഷ്ടപിശാചായി മാറി. ഞാൻ നിങ്ങൾ ഗൗരവത്തിൽ ചിന്തിക്കണം. ഉൽപ്പത്തിയുടെ പുസ്തകം 4-ാം അധ്യായം 5-6 തിരുലിഖിതങ്ങൾ, ബുക്ക് ഓഫ് ജെനസിസ് ചാപ്റ്റർ 4 വേഴ്സസ് 5 and 6. എന്നാൽ കായേനിലും അവൻ്റെ കാഴ്ച വസ്തുക്കളിലും ദൈവം പ്രസാദിച്ചില്ല. ഇത് കായേനെ അത്യധികം കോപിപ്പിച്ചു, അവൻ്റെ മുഖം കറുത്തു. കർത്താവ് അവനോട് ചോദിച്ചു, നീ കോപിച്ചിരിക്കുന്നത് എന്ത്? നിന്റെ മുഖം വാടിയിരിക്കുന്നത് എന്തുകൊണ്ട്? ഉചിതമായി പ്രവർത്തിച്ചാൽ നീയും സ്വീകാര്യനാവുകയില്ലേ? ഇന്ന് നമ്മുടെ പ്രശ്നം ഇതാണ്. ഉചിതമായി പ്രവർത്തിക്കാൻ നമുക്ക് താല്പര്യമില്ല, തെറ്റുകൾ തിരുത്താൻ നമുക്ക് താല്പര്യമില്ല. എവിടെയാണ് വഴിതെറ്റി പോയെന്ന് അന്വേഷിക്കാനോ തിരുത്താനോ മനസ്സിരുത്തി ചിന്തിക്കാനോ നമുക്ക് താല്പര്യമില്ല. ഞാൻ വിചാരിച്ചതുപോലെ നടന്നില്ല, ഉടനെ ദൈവത്തോട് പിണക്കത്തിലായി, ഉടനെ ദൈവത്തോട് കോപത്തിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് വലിയ ദോഷം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമെന്ന് തിരുലിഖിതങ്ങൾ പഠിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 19-ാം അധ്യായം 3-ാം തിരുലിഖിതം, ബുക്ക് ഓഫ് പ്രോവർബ്സ് 19:3, അവിടെ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? സ്വന്തം ഭോഷത്വമാണ് ഒരുവൻ്റെ വഴി നാശത്തിലെത്തിക്കുന്നത്, എന്നിട്ടും അവൻ്റെ ഹൃദയം ദൈവത്തോടുള്ള കോപം കൊണ്ട് ജ്വലിക്കുന്നു. ജീവിതത്തിൽ ഒരുപക്ഷെ പരാജയങ്ങൾ, ജീവിതത്തിൽ ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടുന്നില്ല, ജീവിതത്തിൽ ഒരുപക്ഷെ അടിക്കടി ഓരോ തരത്തിലുള്ള ദുഃഖങ്ങൾ. പ്രിയപ്പെട്ട സഹോദരൻ, ഇതെല്ലാം ഉപരി ദൈവ മഹത്വത്തിന് വേണ്ടി ദൈവം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുന്നില്ല. പകരം ഞാൻ വിചാരിക്കുന്ന പോലെ നൈനിമിഷമായ സന്തോഷങ്ങൾ എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് സർവ്വ നന്മ സ്വരൂപിയായ ഈ ദൈവത്തെ ദുഷിക്കുകയും ദൈവത്തോട് കോപിക്കുകയും ദൈവത്തോട് പിണങ്ങിയിരിക്കുകയും ചെയ്യുക.
നമ്മുടെ ചെറിയ ബുദ്ധിക്ക് മനസ്സിലാകാത്തതിനാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ നന്മകൾ ഗ്രഹിക്കാതെ നാം ദൈവത്തോട് കോപത്തിലിരിക്കുന്നു. ഇങ്ങനെ ഞാൻ നിങ്ങൾ കോപത്തിരിക്കുമ്പോൾ സത്യത്തിൽ എൻ്റെയും നിങ്ങളുടെയും സ്വഭാവമല്ല. അനാദി മുതലേ തൻ്റെ അധപ്പതനത്തിന് നാൾ തൊട്ടേ ദൈവത്തോട് റിബല്യനിൽ വെറുപ്പ്, ദൈവത്തോട് വാത്സല്യത്തിലിരിക്കുന്ന ആ ദുഷ്ടപിശാചിൻ്റെ സ്വഭാവമാണ് എന്നിലൂടെയും നിങ്ങളുടെയും പ്രകടമാകുന്നത്. പ്രിയപ്പെട്ട സഹോദരൻ, കാണുന്ന ഞാനും നിങ്ങളും ആ ഒരു സ്വഭാവത്തിൽ അടിക്കടി മുന്നോട്ട് പോവുകയും അനുദപിക്കാതിരിക്കുകയും ചെയ്താൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് തകർച്ച വിളിച്ചു വരുത്തുന്ന ഒരു വലിയ പാപമായി രൂപാന്തരപ്പെടാം. അങ്ങനെ ബൈബിളിൽ ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട്. യെശയ്യാ പ്രവാചക ഗ്രന്ഥത്തിൽ 36-37 അധ്യായങ്ങളിൽ വലിയ രാജാവായ സെന്നാകരീബ് രാജാവിനെ കുറിച്ച്, അസീറിയ രാജ്യത്തിൻ്റെ സാമ്രാജ്യ ശക്തിയായ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലവനായിരുന്ന സെന്നാകരീബ് ചക്രവർത്തിയെക്കുറിച്ച് ദൈവം പ്രവാചകനായ യെശയ്യായിലൂടെ വെളിപ്പെടുത്തുന്ന വലിയൊരു വെളിപ്പെടുത്തലാണ് 37-ാം അധ്യായം 28-ഉം 29-ഉം തിരുലിഖിതങ്ങൾ. അതുകൊണ്ട് നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? നിന്റെ പ്രവൃത്തികളും വ്യാപാരങ്ങളും ഞാൻ അറിയുന്നു, നീ എൻ്റെ നേരെ കോപിക്കുന്നത് ഞാൻ അറിയുന്നു, നീ എന്നോട് കോപിക്കുകയും നിന്റെ അഹങ്കാരം ഞാൻ അറിയുകയും ചെയ്തത് കൊണ്ട് ഞാൻ എൻ്റെ കൊളുത്ത് നിന്റെ മൂക്കിലും കടിഞ്ഞാൺ നിന്റെ വായിലും ഇട്ട് വന്ന വഴിക്ക് തന്നെ ഞാൻ നിന്നെ തിരികെ കൊണ്ടുപോകും. ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിച്ചു. ഈ വലിയ രാജാവിൻ്റെ സൈന്യം തകർക്കപ്പെട്ടു. രാജാവ് നിസ്സഹായനായി. അദ്ദേഹം പിന്നീട് നിസ്സഹായനായി സ്വന്തം രാജ്യമായ ആ അസീറിയൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ നിനവേലേക്ക് പോയി. അവിടെ വെച്ച് അദ്ദേഹം കൊല്ലപ്പെട്ടു. ദാരുണമായ അന്ത്യമാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഭാവിയും അസ്തമിച്ചു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാം അധ്യായത്തിൽ താലന്തുകൾ ഉപമ കാണുന്നുണ്ട്. 10 താലന്ത് കിട്ടിയ ആൾ, 5 താലന്ത് കിട്ടിയ ആൾ, 1 താലന്ത് കിട്ടിയ ആൾ. ആ 1 താലന്ത് കിട്ടിയ എന്ത് ചെയ്തു? അത് കൊണ്ട കുഴിച്ചിട്ടിട്ട് ഒന്നും ചെയ്യാതെ അലസനും അടിയനുമായിരുന്നിട്ട് തിരിച്ചു വന്നിട്ട് പറയാണ്, നീ വിതയ്ക്കാത്തിരുന്ന് കൊയ്യുന്നവനും വിതറാത്തിരുന്ന് ശേഖരിക്കുന്നവനും, അങ്ങനെയൊക്കെ യജമാനെ കുറിച്ച് ദൂഷണങ്ങളും കുറ്റങ്ങളും പറഞ്ഞ് യജമാനൻ്റെ മേൽ പഴിചാരുക. അദ്ദേഹത്തിൻ്റെയും കാണുന്നിങ്ങനെയാണ്. അദ്ദേഹത്തിന് ഉള്ളതും കൂടെ എടുത്ത് അദ്ദേഹത്തെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുന്ന ഒരു രംഗം താലന്തിൻ്റെ ഉപമയിൽ നമ്മൾ കാണുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായത്തിൽ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തോട് കോപത്തിൽ ഇരിക്കുന്ന വ്യക്തി ചാക്കിൽ കെട്ടിവെച്ച നെല്ല് ദ്രവിച്ചു പോകുന്നത് പോലെ ജീവിതത്തിൽ നശിച്ചു പോകുമെന്നല്ലേ ദൈവവചനം നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നത്? മാത്രമല്ല, ഞാനും നിങ്ങൾ മരിച്ച് ദൈവത്തിൻ്റെ ന്യായാസനം നിങ്ങൾ ന്യായവിധിക്ക് നിൽക്കുമ്പോൾ ഈ വാക്കുകളും ഈ പ്രവർത്തനങ്ങളും ഈ പ്രതികരണങ്ങളും ദൈവ സന്നിധിയിൽ ന്യായപീഠത്തിങ്കൽ വരികയും നാം കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യുമെന്ന് യൂദാസിന്റെ ലേഖനത്തിൽ 14-15 വാക്യങ്ങളിൽ വെളിപ്പെടുത്തപ്പെടുന്നുണ്ട്. നമ്മൾ പറയുന്ന ഓരോ ക്രൂര വാക്കുകളും, നമ്മൾ ദൈവത്തിനെതിരെ ഉച്ചരിക്കുന്ന ഓരോ തരത്തിലുള്ള വലിയ നിഷേധ വാക്കുകളും അത് മാഞ്ഞു പോവുകയില്ല മക്കളെ. യൂദാസിന്റെ ലേഖനത്തിൽ 14-15 വാക്യങ്ങൾ. ഈ ലേഖനത്തിന് അധ്യായങ്ങളില്ല, വെറും കുറച്ച് വാക്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ 14-15 വാക്യങ്ങൾ. ആദത്തിൽ നിന്ന് 7-ാം തലമുറക്കാരനായ ഹേനോക്ക് പ്രവചിച്ചത് ഇവരെ കുറിച്ചാണ്. കണ്ടാലും കർത്താവ് തൻ്റെ വിശുദ്ധരുടെ 10,000 കൂടെ ആഗതനായിരിക്കുന്നു. എല്ലാവരുടെയും മേൽ വിധി നടത്താനും സകല ദുഷ്ടരെയും അവർ ചെയ്ത സകല ദുഷ്കർമ്മങ്ങളുടെയും പേരിലും തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കാനും അവിടുന്ന് വന്നു. തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂര വാക്കുകളും അന്ന് അവിടെ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തന പുസ്തകം 75:5 ആകാശത്തിനെതിരെ കൊമ്പുയർത്തരുത്, ഗർവോടെ സംസാരിക്കുകയും അരുത്. ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയം ദിവ്യകാരുണ്യ ഈശോയെ ഉയർത്തി ആശീർവാദം നൽകുന്ന സമയത്ത്
കുറേ നേരം കരങ്ങൾ ഉയർത്തി ഈശോയിലേക്ക് നോക്കി, യേശുവേ യേശുവേ, ഞാനിതാ അങ്ങയുടെ സന്നിധിയിൽ താഴ്മയോടെ എളിമപ്പെടുന്നു, എന്നെ രക്ഷിക്കണമേ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാം. വലിയ കൃപ, വലിയ സൗഖ്യങ്ങൾ, വലിയ അത്ഭുതങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഈശോയുടെ നാമത്തിൽ വർഷിക്കപ്പെടുന്ന സമയമാണ്. 2 കരങ്ങൾ ഉയർത്തുക, ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. സർവശക്തൻ കൂടെയുണ്ട്, ദൈവശക്തി എന്നിലുണ്ട്, ദൈവ പൈതൽ ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതൻ കരം കൂടെയുണ്ട്. താതന്റെ വാഗ്ദാനമേ, പരിശുദ്ധ റൂഹായേ, ഉന്നത ശക്തിയെ, നിത്യസഹായക ഞങ്ങളിൽ നിറയണം.